ഗൈസ് അപ്പോൾ ഇൻസ്റ്റഗ്രാം തുറക്കാൻ വയ്യ, തുറന്ന ഉടനെ വാഴ 2ൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഗൈസ്. സോ ഞാനും പോയിട്ട് ഇന്ന് കാണാനായിട്ട്, ഞാനും ചങ്കുട്ടിയും കൂടാണ് പോയത്. ഫസ്റ്റ് ഹാഫ് വരെ ചിരിച്ചിരിച്ച് മനുഷ്യൻ മരിക്കും ഗൈസ്. ഞാൻ ആലോചിക്കുന്നത് ഇവനെന്താ ഒരു വികാരം ഇല്ലാതെയെന്ന്. പക്ഷെ പിള്ളേർക്ക് പോലും മനസ്സിലാവുന്ന കോമഡീസൊക്കെ പുറകെ വരണുണ്ടായിരുന്നു. ഞാനവിടെ ചിരിക്കുന്നുണ്ട് ഒരു വികാരം ഇല്ലാതെ എന്ന ശങ്കരൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കമന്ന് ഒത്തിച്ചിരിക്കാൻ തുടങ്ങി കേട്ടോ. അടിപൊളി മൂവി, ഫാമിലി എൻ്റർടൈൻമെൻറ്റ് എല്ലാം നിങ്ങൾക്ക് പറയാം. നമുക്ക് പല വാഴകൾക്കും നമ്മുടെ ലൈഫായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു മൂവിയാണ്. ചിലപ്പോൾ നമ്മൾ ഒന്നും ആയിപ്പോയില്ല ചില നേരത്തെന്നൊക്കെ ഒരു ഫീൽ നമുക്ക് എവിടെയോ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് ഈ ക്ലൈമാക്സിലൊക്കെ നമ്മളിരുന്ന് കരയണമെന്നും എനിക്കറിയില്ല. എനിവേസ് എല്ലാവരും കരഞ്ഞപ്പോൾ ഇതിലെന്താണ് കരയാനുണ്ടാവുക, കരയുവോ ഇല്ലയോ എന്ന് തന്നെ മനഃപൂർവ്വം നോക്കാമെന്നും പറഞ്ഞ് പോയി കുത്തിയിരുന്നിടത്തെയാണ് ഞാൻ. എന്നെ ആ പഹയന്മാർ കരയിച്ചു ഗൈസ്, വൻതോതിൽ കരയിച്ചു. കാരണം അവർ അഭിനയിക്കുകയല്ലായിരുന്നു, അവർ ജീവിക്കുകയായിരുന്നു. ഒരുപാട് പഴയ സിനിമകൾ നമ്മുടെ മോഹൻലാലിൻ്റെ ആവട്ടെ മമ്മൂട്ടിയുടെ ഒത്തിരി പേരുടെ സിനിമാസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് പേർക്ക് നമ്മൾ അഡിക്റ്റഡ് ആയിട്ടുണ്ട്. പക്ഷെ അവർക്ക് അഭിനയിക്കുക എന്നുള്ളൊരു ഉത്ബോധ മനസ്സിൽ നമുക്ക് തോന്നാറുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർ ഇറങ്ങുന്ന മൊത്തവും അത്രയ്ക്ക് സ്ട്രഗിൾ ചെയ്തിട്ട് അവർ ബിഗ് സ്ക്രീനിൽ വരുന്നതിൻ്റെ ഫുൾ അവരവിടെ ഇറക്കുന്നുണ്ടെന്നുള്ളതാണ്. അല്ലെങ്കിൽ എൻ്റെ കണ്ണിൽ നിന്ന് ഇമാതിരി കണ്ണീര് വരുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. എന്നാലും എല്ലാവരും മസ്റ്റ് വാച്ച് ചെയ്യുക. സോ കുറേ വർഷങ്ങൾക്ക് ശേഷം തിയേറ്റർ അതുപോലെ കരഘോഷവും അതുപോലെ ഒരുപാട് കയ്യടിയും കൂളിയും വിസിലടിയും എല്ലാം കേട്ട ഒരു ക്ലൈമാക്സും കൂടെയായിരുന്നു ഇത്. സോ എല്ലാവരും മസ്റ്റ് വാച്ച് ചെയ്യുക. അപ്പോൾ ഇത്രയും ഹൗസ്ഫുള്ളായിട്ടുള്ളൊരു മൂവിയോ ആയിരുന്നു ഇത്രയും ദിവസം എടുത്തിട്ട് പോലും. എന്തായാലും മൂവിയൊക്കെ കഴിഞ്ഞു സന്തോഷമായിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. സോ നമ്മുടെ തിയേറ്ററിൽ നിന്ന് എല്ലാവരും ഇറങ്ങി തുടങ്ങിട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയ്ക്കും ടാറ്റാ ബൈ ബൈ ഉമ്മാ.